തങ്കം 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 എന്തായാലും പാലായാലും കർത്താവ് ക്ലീറ്റസിനൊപ്പം ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, ഒരേ സമയം സന്തോഷവും സങ്കടവും വരാൻ പോണ ഒരു കാര്യം ക്ലീറ്റോ പറയാൻ പോവുകയാണ്. അത് പറയുമ്പോ ക്ലീറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമാവും, പക്ഷെ അത് കേൾക്കുമ്പോ എവക്ക് ഇച്ചിരി സങ്കടം ഉണ്ടാവും. നിന്റെ കെട്ടിയാലുണ്ടല്ലോ 8ന്റെ പണി കിട്ടി. ഒരു പ്രതിയും കൊണ്ട് കോടതി പോയപ്പോ പ്രതി കൈയും വെട്ടിച്ച് ഓടിപ്പോയി. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറയുമ്പോ എനിക്ക് സന്തോഷം തന്നെയാണ്. അവിടെ എല്ലാരും പറഞ്ഞു, ടിവിയിൽ ന്യൂസ് വന്നു തുടങ്ങി. അയ്യോ, ഇപ്പൊ പ്രതിയെ കൊണ്ട് അളിയനല്ലേ പോയതല്ലേ, ഞാനല്ലല്ലേ കൊണ്ടുപോയത്. നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കി. ഇനിയിപ്പോ ഞാൻ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, കർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. അയ്യോ അളിയനിന് എന്ത് പറ്റാൻ. അയ്യോ അതെ, സർക്കാർ ഇന്ന് ശമ്പളം വാങ്ങിച്ചാ പോരാ, ആ ജോലി ചെയ്യുന്നതിനോട് ഒത്തിരി ഉത്തരവാദിത്തം വേണം. എന്തടി ഞാൻ പറയൂടി, എനിക്ക് അത്ര പറയാനുണ്ടടി. അത്രക്കല്ലേ ഈ ആളി എന്നെ വേദനിപ്പിച്ചത്. എങ്ങനെ ജോലിയൊക്കെ നോക്കും, കുടുംബത്തിൽ വന്നു കയറിയവർ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞേക്കാന്നുള്ളതാണല്ലോ അളിയന്റെ ചിന്ത. നിനക്ക് ഇതിലും വലുത് പരിപാടിയാ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, കർത്താവ് ഇപ്പൊ ഇത്ര കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയി. പോയത് എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ പിടിക്കാനും എനിക്കറിയാം. പിന്നെ അളിയൻ വല്ല തുമ്പിയും പിടിക്കേ ഉള്ളൂ. നീ ഇവിടെ കിടന്ന് കുരക്കണ പോലെ അല്ല പോലീസ് പണി. പിന്നെ പോലീസ് പണി എന്താണെന്ന് ഞങ്ങളിപ്പോ കണ്ട്. അളിയാ, എന്റെ കയ്യിൽ അവൻ ആ പ്രതി എന്റെ മുമ്പിൽ വന്ന് വെട്ടാണ്ടല്ലോ, അവനെ ഇനി ഒരിക്കലും അളിയന്റെ കണ്ണുവെട്ടത്ത് വരാതിരി അവനെ ഞാൻ ഒളിപ്പിക്കും. എന്നാ പിന്നെ നിന്റെയും അവന്റെയും ശവം ഞാൻ എടുക്കും. ഞാൻ പിന്നെ ചിലപ്പോഴേ എടുക്കൂ. ഇനിയിപ്പോ അളിയൻ അടുത്തതേ വേണ്ട, ജോലിന്ന് ഡിസ്മിസൽ വരും. ഡിസ്മിസ് വരണം. വന്നാലും നിന്റെ ഈ സന്തോഷം ഉണ്ടല്ലോ, നിന്റെ പെങ്ങളെ കണ്ണീരായിട്ട് മാറും. അകത്തോട്ട് പോണെങ്കിൽ എനിക്ക് ജോലി വേണം, അല്ലാണ്ട് നിന്നെ പോലെ വീട്ടിനകത്ത് കയറി വെറുതെ തിന്നുള്ള ആളല്ല ഞാൻ. എന്റെ പെങ്ങളെയും പിള്ളേരെ നോക്കാനുള്ളത് എന്റെ അപ്പച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, നമ്മൾ ചുമ്മാ അവിടെ നിൽക്കുകയല്ലേ. ആയിക്കോട്ടെ, അത് ഞാൻ നിക്കണ കാര്യം. ഇതൊക്കെ അളിയൻ ഇതെല്ലാണല്ലോ ചിന്ത. ആവശ്യമില്ലാത്ത കാര്യം വിളിച്ചിട്ട് പോ. സങ്കടം വരുമ്പോഴാണ് അഹങ്കാരി, ഒത്തിരി അഹങ്കാരം കൂടുതലല്ലേ ഈ ആപത്ത് സമയത്താണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴാണോ പറയാൻ? ഇവനൊക്കെ ഉണ്ടല്ലോ ബോധം പറഞ്ഞു. ആ മനുഷ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളാ, അത് ഓർത്തോ. അതൊക്കെ ശരിയാ, എന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ സന്തോഷം ഞാൻ എങ്ങനെ എന്നെ പൊക്കണ്ടേ റോഡിലോട്ട് ഇറങ്ങിച്ചല്ലേ, എന്നിട്ട് അവിടെ നിന്ന് അട്ടഹസിക്കാം അയ്യോ എന്ന് പറഞ്ഞു. ഇനി ഇവ യൂണിഫോം അല്ലാതെ അങ്ങനെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് റബ്ബർ വെട്ട ഒരാളായി. സർക്കാർ ഇത് പറഞ്ഞു വിട്ട ഒരു റബ്ബർ വെട്ട നമ്മുടെ. ഞാനേ ഈ സന്തോഷം ഒന്ന് ജംഗ്ഷനിൽ പോയി ആഘോഷിച്ചിട്ട് ഇതാ വരണം. ഹലോ, എന്തേ പൗലോസ് അളിയന്റെ കയ്യിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോയാലും നീ എന്തിനാ ഇത്ര സന്തോഷിക്കണത്? അതേന്നാ, അതിന് നീ ഇത്ര സന്തോഷിക്കാൻ എന്താന്ന്? എടോ, അയാളുടെ ജോലിയിൽ ഒരു വീഴ്ച പറ്റിയതല്ലേ, എല്ലാരും വിളിച്ച് പറയണ്ടെന്നാ? ഇത് എന്ത് കാര്യത്തിനാന്ന്? എന്റെ പൊന്നളിയാ, നീ അവിടെ എന്തിനാ പോയത്? നീ ആദ്യം പോയ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. എടാ, ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കന്ന്. നീ ആ സ്വത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീർപ്പുണ്ടാക്കാൻ നോക്ക്. അതല്ലേ വേണ്ടത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണം എന്തിനാണ്? അതെന്തായി? ഇതൊക്കെ തന്നെ ഞാൻ പറയണത്. എടാ, നീ സംസാരിക്കുന്ന പുള്ളിയുടെ അടുത്ത്. ഹലോ കട്ട് ചെയ്തു. ക്ലീറ്റസ് അല്ലാതാരാണ്? അത് ശരി, എന്താണ് അവന്റെ മറ്റേ പൗലോസ് അളിയല്ലേ, അയാളുടെ കയ്യിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോയി ഇത്രേ. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതിപ്പോ എല്ലാരും വിളിച്ച് പറയാണ് ഭയങ്കര സന്തോഷത്തില്. ഇവൻ നെഗറ്റോന് ഈ കാക്കിട്ടവരെ കണ്ടുവിടുന്നു. അതാ ഞാനും പറഞ്ഞു, എന്ത് കാര്യത്തിനെന്ന്. ഇവനെ ഒരു കാര്യത്തിന് പറഞ്ഞാച്ചാ അങ്ങോട്ട്, അത് ഇതുവരെ അതിനോട് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ ഇപ്പൊ? ആർക്കറിയാം. ഇവള് സംസാരിച്ചിട്ടില്ലാന്ന്, അയാളോട് സംസാരിക്കാൻ പറ്റണില്ലാന്ന്. അത് ശരി, ഇനി ഇവൻ ഇങ്ങോട്ട് വരുമോ? പിന്നെ വരാതെ. ഇവനില്ലാത്തോണ്ട് ഇപ്പൊ തലക്ക് വെളിവുണ്ടായി ഇവിടെ അല്ലേ? അല്ല, എന്താണ് ഇവന്റെ മനസ്സിൽ? എനിക്ക് മനസ്സിലാവണില്ല. നീ അവിടെ പോയിട്ട് എന്തായി? അപ്പൊ അവിടെ പോയെന്ന്? ഞാൻ പോയെന്ന് അവിടൊക്കെ ആകെ അലമ്പാണ്. കാരണം ഇവ ഒന്ന് പറയും, അയാൾ വേറെ ഒന്ന് പറയും. ഇവർ രണ്ടും കൂടെ ഒരു കണ്ടത്തിൽ ചേരൂല. എങ്ങനെയെങ്കിലും സോപ്പിട്ട് പിടിച്ചിട്ട് ആ സംഗതി സാധിച്ചെടുക്കണ്ടേ. ഈ മരം കൂടെ വെറുതെ അവിടെ ചെന്ന് യുദ്ധമാണ്.
ഇവിടെ യുദ്ധം തന്നെയാണ്. ക്ലീറ്റസേ, അതെ നീ എന്താ കട്ട് ചെയ്തത്? നീ ഫോൺ കട്ട് ചെയ്ത് എന്താന്ന്? നീ ആദ്യം അളിയനോട് ചെന്ന് സംസാരിക്കടാ. ഇപ്പൊ പോയിട്ട് എത്ര ദിവസമായി? എന്ത്? നീ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞതിന് പിന്നെ നിന്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്യണ? എനിക്ക് വേറെ പണിയില്ല. ചാർജ് ചെയ്ത് കൊടുക്കാനാ? അവൻ്റെ ഫോണ് ചാർജ് മറ്റേ ഇത് തീർന്നു പോയി, അതുകൊണ്ട് എന്നോട് ചാർജ് ചെയ്ത് കൊടുക്കാൻ. ഈ വിവരം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടേ. ഇവനൊരു അത് ചക്ക വളഞ്ഞ പോലെയല്ല, തൊട്ടപ്പോട്ടു. എനിക്കറിയാം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും നിന്നോട് പറയാൻ പറ്റും. ഇത് അന്വേഷണം സംബന്ധിച്ച് ഞാൻ ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഈ സർവീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കള്ളൻ്റെ കയ്യിൽ നിന്ന് പോകണം. ഇതിൻ്റെ കാര്യം ബാധിക്കാതിരിക്കില്ലല്ലോ. കാരണം ഒരു കൃത്യവിലോപം കാണിച്ചെന്നല്ലേ സർക്കാർ പറയുള്ളൂ. ശ്രദ്ധിക്കാഞ്ഞ 100 കൂട്ടം ടെൻഷനില്ല. നിനക്കെന്താ ഒന്നും അറിയാൻ പാടില്ലാത്തവരെ സംസാരിക്കും. ഒന്നത് ഇതിനകത്തോട്ട് കയറി വന്നാൽ വല്ല സമാധാനമുണ്ടോ? മനസ്സിനൊരു സുഖമുണ്ടോ? ഒരു നിന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളും മറ്റും കൊണ്ട് ഞാൻ തന്നെ കിടന്ന് വെള്ളം കുടിക്കുന്നു. ഇതിപ്പോൾ എന്തായി? എല്ലാവരും വെള്ളം കുടിക്കുന്ന കേട്ടായി. അല്ല ഇച്ചാൻ എന്താ പറയണേ? ഇച്ചാൻ ചെയ്ത കുറ്റത്തിന് എന്റെ വീട്ടുകാരെ എന്തിനാ കുറ്റം പറയണേ? ഈ തീ തിന്നുന്ന ഈ നേരത്തും നീ നിന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്കറിയാം. അച്ചാൻ ശ്രദ്ധിക്കാത്ത കാര്യത്തിന് എന്റെ ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടി ഇന്ന് വരെ സംഭവിച്ചത് നിനക്കറിയാം. ഞാൻ അയാളെ കൊണ്ടും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ ജംഗ്ഷൻ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ ഇവൻ കൈ തട്ടി ഓടി. ഞാൻ ചാടലും ഒരു ലോറി വന്നു. അല്ല അത് ആരുടെ കുഴപ്പാ? ആരുടെ കുഴപ്പാ? അല്ല അത് എൻ്റെ കുഴപ്പമാണ്. ലോറി വരാൻ പാടില്ലായിരുന്നു. നീ എന്ത് മണ്ണ് വെറുതെ വീട്ടുകാരും പറഞ്ഞു. ശബ്ദം വന്നു. എന്ത് ശബ്ദം? ഞാൻ കേട്ടില്ലല്ലോ. ഇല്ലേ ഉണ്ടോ? ഇത് വല്ല പൂച്ചയോ മരപ്പെട്ടി എന്തെങ്കിലൊക്കെ ആയിരിക്കും. മരപ്പെട്ടി ഇതെന്താ? അയ്യോ എന്റെ കർത്താവേ, ഒരു മരപ്പൊട്ടി കളിയാ. ഒരു മരപ്പൊട്ടി എവിടാ? മേള് ഏതാണ്ട് ഒരു അളിയൻ അല്ല എന്റെ അത്രയും പേര്. അത്രയും പേര് മാളിയ. ഞാൻ കുറെ ദിവസം ഭയങ്കര ഒച്ചയും മണവും കേൾക്കുന്നു. ഞാനും കേട്ടെ. അങ്ങനെ നോക്കണമെന്ന് പറയുന്നത് സംഭവം ഇതല്ലേ. പിടിച്ചില്ല എന്ന് പറഞ്ഞത് ഒറ്റ മുങ്ങലത്. വാലിന് പിടികിട്ടിയതാ, പക്ഷെ ഓടിക്കളഞ്ഞു. പണ്ടുണ്ടല്ലോ കളിയാ, നമ്മളെ കുട്ടിനാളില് അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട് എന്റെ മേളിൽ നിന്ന്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ അവനെ വീഴൂല, പിടിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്യാം നമുക്ക്. ഫ്രൈ എല്ലാം ചെയ്തോളിയാ. പക്ഷെ പുറത്ത് പറയണ്ട, അളിയനകത്താവും. ഇത് ഭയങ്കര തെറ്റാണിത്. വന്യമൃഗ സംരക്ഷണ നിയമം അനുസരിച്ച് ചിലപ്പോൾ അളിയൻ എണ്ണണ്ട വരും. എന്നല്ലേ? എന്നാ പിന്നെ വേണ്ട, പൊക്കോട്ടെ പാവം. എങ്ങോട്ടാളേ പോയത്? അത് പുറത്തു പോയി. ഒന്ന് വന്നേ. അയ്യേ ബീഡിക്കുറ്റി ഇത് എവിടുന്നാ? ബീഡിക്കുറ്റി ഇത് എവിടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ വലിക്കോ? ആര്? ക്ലീറ്റോ വലിക്കോന്ന്? പിന്നെ ക്ലീറ്റോ കള്ളുടിക്കും, പക്ഷെ വലിക്കൂല. പിന്നെ ഇത് ക്ലീറ്റോ വലിച്ചതല്ല. ഉറപ്പാണ്? പിന്നെ അല്ലാതെ ചേട്ടൻ വലിച്ചതായിരിക്കും. ചൈന ഇതിന്റെ മണം കേക്കണതേ ദേഷ്യമാണ്. വലിക്കൂലെന്നേ. പിന്നെ അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു? അതല്ല ഞാൻ ചോദിക്കണേ. ചായ വലിക്കൂല. ഇത് ചായം വലിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ? വലിക്കില്ലായിരുന്നായിരിക്കും. മറ്റേ പ്രതി ചാടിപ്പോയ ടെൻഷനിൽ പാവം വലിച്ചു പോയതായിരിക്കും. ഈ പോടി വന്നെ. വലിക്കൊന്നുമില്ല. ഇവിടെ വേറെ ഉണ്ട്. ദേ എടുക്കണു. 1 2 ഇത് കുറേ ഉണ്ടല്ലോ. ഇത് ചേട്ടൻ വലിച്ചത് തന്നെയാ കേട്ടോ. ടെൻഷൻ മൂത്ത് മരത്തിന്റെ വീട്ടിൽ നിന്ന് വലിച്ചതാ. കൊടുക്കണത് ഇഷ്ടംമാരുണ്ട്. എവിടെ നിന്നാണാവോ? ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ ആരാ? പണിക്കാരെങ്കിലും വന്നു ഇവിടെ? ഇന്നാരും വന്നില്ലല്ലോ നിങ്ങള്. ആരും വന്നില്ല. അത് കളയേ. അമ്മ കൈ കൊടുത്ത് നോക്കിയ ചീഞ്ഞ മണായിരിക്കും. പിന്നെ ചുമ്മാ വെറുതെ വെള്ളം പറ. അല്ലെന്ന് പിള്ളേരാട്ടോ. അവനൊന്നും വലിക്കില്ല. നീ എന്തി പറയണേ? ആ കൊച്ചല്ലേ ഇത്? കൊച്ചാന്ന്. അത് നമുക്കല്ലേ കൊച്ച്. അവൻ വലുതായി.
എന്നാലും ഒരെന്നാലും ഇല്ല. അവനെ വിളിച്ച് ചോദിക്കുന്നോണ്ട് എന്താ? അവൻ അല്ലെങ്കിൽ വേണ്ട, അവന് പേടി വേണ്ടേ? എങ്ങനെ വിളിക്കുന്ന മാതാ, ഡാ, മാതാ, ഒന്ന് വന്നേടാ. മയത്തെ ചോദിക്കണേ. എന്നാ വിളിച്ചേ? ഒന്നില്ലടാ, വെറുതെ ആന്റിയെ വിളിച്ച വന്നേ. പതിവില്ലാത്തൊരു സ്നേഹം. അതെന്താ, എനിക്ക് സ്നേഹം ഇല്ലേ നിന്നോട്? എന്നാ? ഒന്നിനും, നിന്നെ വെറുതെ കാണാൻ വിളിച്ചത്. എന്തിർക്കായിരുന്നു? അയ്യോ, ഞാൻ എത്ര നേരം ഒളിച്ചിരിക്കുമല്ലായിരുന്നു. ചുരുമ്പല്ല അവിടെ വെച്ച് കണ്ടത്. നിനക്കെന്താ വായിന്ന് ഒച്ചയൊന്നും വരാത്തത്? ഇത്ര ഒച്ച പറഞ്ഞാ മതിയോ? കേട്ടോ. അയ്യോ, എന്താ കുഞ്ഞു, നീ ഭക്ഷണം കഴിക്കണില്ല? ആകെ ഒരു ക്ഷീണമാണല്ലോ. ആ നിങ്ങളൊക്കെ വന്നതിന്റെ ക്ഷീണമായിരിക്കും മിക്കവാറും. എന്തോ നിങ്ങളൊക്കെ വന്നതിന്റെ ക്ഷീണമായിരിക്കും. ആ, തമാശയല്ലേ? തമാശല്ല ഇത് കാര്യം. നിന്റെ അപ്പൻ പറഞ്ഞോളൂ. എന്റെ മോൻ അങ്ങനെ തമാശയൊന്നും പറയണ്ട. ഇന്ന് ഞാൻ രാവിലെ നീ കഴിച്ചപ്പോ ശ്രദ്ധിച്ചു, 2 ഇഡലി നീ കഴിച്ചുള്ളൂ. എന്താ കാര്യം? എന്താ നിനക്ക് വിശപ്പില്ലാത്തത്? എന്താ നിന്റെ തളർച്ചയുടെ കാര്യം? തളർച്ചയോ? തളർച്ചയൊന്നുമില്ല. ആ ചമ്മന്തി പൊള്ളിയല്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കാതെ. ചമ്മന്തി നിന്റെ അമ്മ അരച്ചതാ. ആണോ? കുഞ്ഞേ, ഈ വിശപ്പില്ലാതാവണേനുണ്ടല്ലോ, അതിനെന്താ വിശപ്പില്ലാതാവുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വല്ല പനിയൊക്കെ വന്നാൽ നമുക്ക് വിശപ്പ് ഉണ്ടാവൂല. അപ്പൊ നമുക്ക് പനിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ മദ്യപാനികളുണ്ടല്ലോ, മദ്യപാനികള്, അവർക്ക് തീരെ വിശപ്പുണ്ടാവില്ല. അവർക്ക് 24 മണിക്കൂർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എവിടെ നിന്ന് കള്ളു കുടിക്കും, എങ്ങനെ നടക്കണം എന്നുള്ള ചിന്തപ്പാടിലായിരിക്കും. പിന്നെ ഒരു വിഭാഗം ഉള്ളത് ഈ സിഗരറ്റ് വലിക്കില്ലേ, സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുന്ന ആൾക്കാർ. അവരെന്താ പറയുമല്ലോ, എന്താണ്, എന്താ ചെയ്യും? അതന്നെ അതന്നെ. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ വിശപ്പുണ്ടാവില്ല. എന്നാ പറ്റിയ രാവിലെ? എന്നാ പറ്റി? അല്ല, നമ്മള് തുടക്കമായതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ കുറെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്ത്. ഒത്തിരി വളഞ്ഞു പിടിക്കണ്ട. കാണിച്ച്. ഇത് ഞാൻ വലിച്ചതെന്നാണോ പറഞ്ഞു വരുന്നേ? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വലിക്കാറൊന്നുമില്ല. ഓരോ ഉടായ്പോട്ട് രാവിലെ ഇറങ്ങിയേക്കും. നാത്തൂന് വേണ്ട ചോദിക്കണ്ടെന്ന്. അവനല്ലെന്നേ. അവനല്ലാന്ന് എനിക്ക് മനസ്സിലായല്ലോ. വെറുതെ പാവം. അപ്പൊ ചേട്ടൻ തന്നെയാ കേട്ടോ. അതെ, അത് തന്നെയാ. ആരും വലിച്ചുകൊണ്ടിട്ടാണാവും. എന്താടി? എന്ത്? ഏത്? ഓ, ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ല ഈ വീട്ടിൽ നടക്കണ ഒരു കാര്യം അറിയില്ല. കുറച്ച് വീട്ടുകാര്യത്തിലൊക്കെ ഉത്തരവാദിത്തം വേണം. എത്രയോ ദിവസമായി ഇവിടെ ഒരു ശബ്ദം കേൾക്കണം, നീ കേട്ടായിരുന്നോ? കേൾക്കൂല. ആവശ്യമില്ലാതെ എന്തെങ്കിലും നുണയും കൊണ്ടുണിയാണെങ്കിൽ എല്ലാം കേൾക്കും. എടി, ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നത് നീ കേട്ടിട്ടില്ലേ? അതും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ, അതിലെ മരപ്പട്ടി ഒരെണ്ണം ഇതിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. കുറെ ദിവസമായി ഇങ്ങനെ ഓട്ടവും ബഹളമായിട്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. നോക്കാനാ? അതെ, ഏതാണ്ട് നമ്മളെ അത്രയും വരും, വലുതാ. അത് ഉപദ്രവിക്കും. ഇത് പിന്നെ ഞാൻ അതിനെ പിടിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നോക്കി, പക്ഷെ അത് കയ്യിൽ നിന്ന് വഴുതി പോയി. അങ്ങനെയൊന്നും പിടി തരില്ല. അപ്പൊ ഞാനൊന്ന് ബുദ്ധിപൂർവ്വം ഒരു നീക്കം, ഇച്ചിരി ദോശയിൽ മയങ്ങാനുള്ള ഒരു സാധനം കൂടെ കലക്കി മേളിൽ കൊണ്ടുവച്ച് കൊടുത്തു. ഇനി അത് സൗകര്യം പോലെ വന്ന് തിന്നോട്ടെ, അവിടെ സുഖമായിട്ട് മയങ്ങിക്കോട്ടെ. അപ്പൊ നമ്മൾ പിടിക്കും. പിടിച്ചതിനെ അങ്ങോട്ട് കറിയോ ഫ്രൈയോ. എന്താ ഈ പ്ലേറ്റിലാ കൊണ്ട് കൊടുത്തത്? അപ്പൊ ഈ പ്ലേറ്റിലല്ലേ നമ്മൾ കഴിക്കണം, എന്നിട്ട് അതിനകത്ത് വിഷമൊക്കെ കുത്തി കലക്കിയിട്ട് മരപ്പിടിക്കൊണ്ട് കൊടുക്കണം. അല്ല, അതിപ്പം ഞാൻ അത് ഓർത്തില്ലേ, അതിനെ പിടിക്കാനുള്ള ഒരു ആവശ്യത്തിലേ. ഒരു കാര്യം ചെയ്യ്, ഈ പ്ലേറ്റ് മരപ്പട്ടിക്കായിട്ട് അങ്ങ് മാറ്റി. കാരണം വെച്ച് കഴിഞ്ഞാലേ, ഇനി നമ്മള് വിരവി വെച്ചത് അത് തിന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ഒന്നുകൂടെ അടുത്ത് എന്തെങ്കിലും വിരവി വെക്കണം. വെജാണോ നോൺ വെജാണോ അറിയില്ലേ, മരപ്പട്ടി രണ്ടായിട്ടുണ്ട്. അല്ലേ, മരപ്പട്ടി മരപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പിന്നെ ഈ നീ ഒന്നാമതേ രാത്രി ഒരു വട്ടി ഉരയ്ക്കുമ്പോ തന്നെ നീ പേടിച്ച് കരയണോ, സ്വപ്നം കാണല്ലോ. ഇനി അതിനൊന്ന് കാണാൻ നിൽക്കണ്ട, ഞാൻ അതിനെ പിടിച്ചിട്ട് നിനക്ക് കാണിച്ചു തരാം. ബോധം കെട്ടിട്ടാകുമ്പോൾ നിനക്ക് കാണാമല്ലോ ധൈര്യമായിട്ട്. ഉപദ്രവിക്കില്ല. എടീ, ഇത് അവത് ഉപദ്രവിക്കും. കണ്ടേ പറ്റും തന്നെ. എന്നാ ഒരു കാര്യം ചെല്ല്, ചെന്ന് കാണും. ഈ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കണം മരപ്പടി.
നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഏയ് ഒന്നുമില്ല. ഞാൻ അതൊക്കെ അതിൻ്റെ രീതിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലീറ്റസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കേസ് കൈകാര്യം ചെയ്യണേ. പിന്നെന്തിനാ ടെൻഷൻ പിടിക്കണേ? പോലീസാ? പോലീസല്ല, ഇനി പട്ടാളം വന്നാല് മൂക്കൊണ്ട് ഇക്ഷ ഞഞ്ഞ വരയ്ക്കേണ്ടി വരും. ആ സേഫാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കേസൊക്കെ അങ്ങ് തേഞ്ഞു വാഞ്ഞു പോവും. ഓ ഇല്ലില്ല, ഞാൻ വിളിച്ചോളാം. ശരി, ഇനി ഇതിന് വേണ്ടി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ എന്നാ, ഓക്കെ ശരി. ഇവനാണ് എന്റെ കയ്യിൽ ചാടിപ്പോയ പ്രതി. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ മരപ്പട്ടി എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചിരുത്തിക്കുന്നത്. എത്ര ദിവസമാണ് വന്നിട്ട് അളയാ കള്ളം കളിക്കാൻ നീ ഒന്നും മിണ്ടരുത്. നീ മിണ്ടിപ്പോരുത്. ആരാണെന്നാ അളിയൻ പൊട്ടം കളിക്കരുത് കേട്ടാ. ചേട്ടൻ എന്ത് ഇയാളെങ്ങനെ രാത്രി ഇവിടെ വന്നേ? എന്റെ പൊന്ന് പെങ്ങൾക്ക് അറിയോ, ഇവനാണ് എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ പുള്ളി. ഇവനെ കൊണ്ട് ഇവനെ തടവിൽ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിൽ നിങ്ങൾ പുന്നാര ഭർത്താവ് മരപ്പട്ടി എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നു. അതിന് ഞാനും ചോദിക്കുന്ന എന്റെ പ്രതിയോട് നീ സംസാരിക്കരുത്. എന്റെ പ്രതിയോട് സംസാരിക്കരുത്. എടീ എന്റെ ആങ്ങളെ കാണിച്ചാണ്ടടി ഒരു ദുഷ്ടനും കാണിക്കലോ അറിയില്ല. സത്യമായിട്ട് ഞാൻ അളിയൻ തെറ്റി അളിയാ ഇവൻ എന്ത് ക്ലീറ്റോ ഒരുപാട് കിടന്ന് ഉരുളല്ലേ ക്ലീറ്റോ? ക്ലീറ്റോ എത്ര പ്രാവശ്യം മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്? ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ക്ലീറ്റോനെ? അത് മരപ്പട്ടിക്ക് വേണ്ടിട്ട് ഞാൻ പോയതാ. മരപ്പട്ടി എന്തിന്? മരപ്പട്ടി സാധാരണ ചോറും ദോശ തിന്നണേ ആണോ? അത് ഈ ചില മരപ്പട്ടികളെ പിടിക്കണമെങ്കിൽ അത് വെച്ചു കൊടുത്തു. അളിയന്റെ പെങ്ങളുടെ മുഖവും ആ കുട്ടികളുടെ മുഖവും ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. കർത്താവിനാണ് നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാന്ന് പറഞ്ഞത്? ഈ പ്രതിനെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കൊടുക്കൂലായിരുന്നു. പറഞ്ഞില്ലേ? അയ്യോ അത് ഞാൻ വെറുതെ അളിയന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മേലെ ഇവൻ എന്റെ പാർട്ടിയിലായിരിക്കും വേണ്ടപ്പെട്ട ഇവൻ നാട്ടിൽ ഒരു ചെറിയ കേസിൽ പെട്ട് അങ്ങനെ ഒളിവില്. അപ്പൊ ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയാന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലെ മുഴുവൻ ഒളിവ് പ്രതികളെ താമസിക്കുന്ന സ്ഥലമാണത്. അല്ല എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാൻ. അളി എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? സത്യമായിട്ട് ഞാൻ ഇവനെ ഒളിവ് എനിക്ക് മറ്റവനായിട്ട്
എന്റെ ദൈവമേ. നടരാജ നിന്നെ നല്ലപോലെ കടിച്ചോടാ. വേദനയുണ്ടോ? അപ്പൊ ഇതാണ് ചോറും ദോശയും തിന്നണ മരപ്പട്ടി അല്ലേ? ഇത് എന്നോട് പറഞ്ഞാൽ എന്താ ക്ലീറ്റോ? അത് പിന്നെ നീ അറിഞ്ഞാൽ ചിലപ്പോ നീ ക്ലാരയുടെ അടുത്ത് പറഞ്ഞാൽ പിന്നെ ആ പോലീസുകാരൻ അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയാം. ഇപ്പൊ എല്ലാം ഭംഗിയായല്ലോ. അയാളപ്പ എങ്ങനെ വന്നു ഇവിടെ? അയാൾ എങ്ങനെ വന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അവൻ ബുദ്ധിയുള്ള കള്ളനല്ലേടി. അവനറിയാം ഒളിക്കാൻ ഏറ്റവും നല്ലത് ഈ പോലീസുകാരന്റെ വീട്ടിലാണ്. അപ്പൊ പിന്നെ വേറെ പോലീസ് അന്വേഷിച്ചു വരില്ലല്ലോ. ഇതിനിപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈ മരപ്പെട്ടി ഇനി ഇവിടെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കാം. അപ്പൊ ഇനി വീട്ടില് വേറെ മരപ്പെട്ടി ഉണ്ടോ? യഥാർത്ഥ മരപ്പെട്ടി അതിന്റെ മേളിൽ ഇരിക്കണല്ലേ ഉള്ളൂ, അതിനെ പിടിക്കണ്ടേ? Alien versus Alien.